ഹലോ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്ന പുതിയ വീഡിയോയിലേക്കാണ്. അന്നപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് FF വീഡിയോയിലേക്കാണ്. അന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ കളിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ചെയ്തു. എന്നപ്പോഴേക്കും നിങ്ങൾ സഹായിക്കുവാണ്, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ 1 year old ആണ്. നിങ്ങളുടെ എല്ലാ ലൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയൻ്റെ കൂടെയാണ് കളിക്കുന്നത്. അവൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടാണ്. അന്നപ്പോഴേക്കും നമ്മളെല്ലാം സഹായിച്ച ഡയമണ്ടൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ സഹായിച്ചാൽ ഞാനിതൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ഞെട്ടല് അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. നമ്മളിപ്പോൾ കളിക്കാൻ പോകണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് നാളായിട്ട് കയറ്റിയിട്ടില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ലോഡായിട്ട് വരട്ടെ മച്ചാന്മാരെ. ഞാൻ വലിയ കളിയൊന്നുമില്ല, എൻ്റെ ഡയമണ്ട് ഒന്നുമില്ല. ഞാൻ നോൺ ടോപ്പ് അപ്പ് പ്ലെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോഴേക്കും എൻ്റെ ഇപ്പോൾ സ്റ്റാർട്ടായി വരും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ, എൻ്റെ കൂട്ടുകാരൻ്റെ ഐഡിയ നിൽപ്പുണ്ട്. ഞാൻ ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്. അന്നപ്പോഴേക്കും 1 മിനിറ്റ് ഗായ്സ്, ഞാൻ പോയിട്ട് എൻ്റെ ആയിട്ടുണ്ട്, സെറ്റിങ്സ് ആയിട്ടുണ്ട്. ഞാനൊരു എടാ ഇവൻ്റെ പേരാണ് എറിക്. ഞാൻ ഇവനെ വിളിക്കുന്ന പേരാണ് മിക്കു. അന്നപ്പോഴേക്കും ഇവന് പോയിട്ട് നമ്മൾ മാച്ച് നടത്തുവാണ്. അന്നപ്പോഴേക്കും ഞാനിപ്പം പോയിട്ട് എൻ്റെ ഡ്രസ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് വരാം. നിങ്ങളുടെ ലൈക്ക് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഈ അക്കൗണ്ട് സെറ്റാക്കി എടുക്കാം. അന്നപ്പോഴേക്കും ഇവിടെ കാണുന്നതാണ്, ഈ കാണുന്നതാണ് എൻ്റെ ഒരു കസിൻ ചേട്ടൻ. ആ ചേട്ടൻ്റെ പേര് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, സെയിൻ എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടനെയൊക്കെ നമുക്ക് വിളിച്ച് കളിക്കാം. അതിന് മുമ്പേ എൻ്റെ ഡ്രസ്സ് ശരിയാക്കട്ടെ എടുക്കട്ടെ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. വലിയ പ്രോയൊന്നുമല്ല. എൻ്റെ പ്രൈം ലെവൽ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഞാൻ 1 പോലും അടിച്ചിട്ടില്ല സത്യത്തിൽ. അപ്പം നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മുന്നേറുന്നതാണ്. ഈ ടൈറ്റലിൽ നോക്കുവാണെങ്കിൽ എനിക്ക് 1 year old കിട്ടിയിട്ടുള്ളൂ. ഞാൻ 1 വർഷമായി കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചിരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം ഡൗൺലോഡ് ചെയ്യുകയാണ്. അന്നപ്പോഴേക്കും ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ അനിയനും ഇരിപ്പുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനും ഇരിപ്പുണ്ട്. ഒരു കളിയൊക്കെ കാണിച്ചു തരാം, നിങ്ങളെ മാസം കാണിച്ചു തരാം. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഡൗൺലോഡ് ആകുന്നേ ഉള്ളൂ. അന്നപ്പോഴേക്കും വെയിറ്റ് ചെയ്യൂ. അവനോടൊപ്പം ഉണ്ട് ഗായ്സ്. നമുക്കിപ്പോൾ തന്നെ ഇവനെ ഞെട്ടിപ്പിച്ചങ്ങ് കളയാം. എൻ്റെ കയ്യിൽ ഇമോട്ടുണ്ടെന്ന് വെച്ചാൽ 2 ഉള്ളൂ. പക്ഷേ 1 ദിവസത്തേനാണ്. പക്ഷേ ഇവിടെ ഭയങ്കര നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഗായ്സ് ശകലം പാടുപെട്ടൊക്കെയാണ് എടുക്കുന്നത്. കണ്ടോ ഗായ്സ്, ഭയങ്കര പാടുപെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ കയ്യിലാകെ ഇപ്പം MB എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാത്തിനുമാണ്. ഡു ലൈക്ക് സബ്സ്ക്രൈബ് മച്ചാന്മാരെ. നമ്മളിപ്പോൾ ചെയ്യുന്ന എനിക്ക് കണ്ട ഒരു ഇമോട്ടങ്ങ് ഇട്ടങ്ങ് കൊടുത്ത് അല്ല. പിന്നെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളെ മറ്റേ ഇമോട്ടും കൂടെ എടുക്കാം. ഇത് പണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഗ്ലൂനോവ അപ്ഡേഷൻ വന്നപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ അനിയൻ. ഇവൻ്റെ പേര് ഗിയർഡക്ക് എന്നാണ്. ഇവൻ്റെ ശരിക്കത്തെ പേര് ഞാൻ അതുവരെ ഇട്ടിട്ടില്ല. അന്നപ്പോഴേക്കും ഞാനിപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ എടുക്കുവാണ്. അന്നപ്പോഴേക്കും ഞാൻ ഇപ്പോൾ തന്നെ കളിക്കുന്ന കാണിച്ചു തരാം ഗൈസ്. അന്നപ്പോഴേക്കും ഇതാണ് ഞാനിപ്പോൾ തന്നെ തുടങ്ങുന്നത്. ഇവൻ്റെ പേര് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവൻ്റെ പേരാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. ഇവൻ്റെ പേരാണ് മിക്കു എന്നാണ് ഇവനെ ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ ഇവൻ്റെ പേരങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ പോയിട്ട് ഇവിടെ അതാണ് ഗൈസ്. എന്നിട്ട് നമ്മളിവിടെ പോയിട്ട് ഇവൻ്റെ പേര് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇവൻ്റെ MIKKU എന്നാണ്, മിക്കു എന്നാണ്. കൺഫേം കൊടുക്കുക. അപ്പോൾ മിക്കുവിനെ നമ്മുടെ കൂടെ ഉണ്ട് മിക്കു. അപ്പോൾ മിക്കുവിനെ ഡൗൺലോഡ് ആക്കി കൊടുക്കാം ഗൈസ്. നമുക്കിപ്പോൾ ഒരു കളിയൊക്കെ കളിച്ചാലോ? അവിടെ മിക്കു നമുക്കിപ്പോൾ ഇല്ലേ മൈക്ക് ഓണാക്കി മിക്കു. നമുക്കിപ്പോൾ ഒരു ലോൺ വൂൾഫ് കളിച്ചാലോ? ഓടാ ഓക്കെ, ഞാൻ 1v1 എടുക്കാം. ഈ വെയിറ്റ് ചെയ്യ്. എടാ നീ മിണ്ടായിരിക്കും. ഫസ്റ്റ് ഞാൻ ചെയ്തു തരാം. നീ എത്രയേ ഉള്ളൂ, നീ മിണ്ടായിരുന്നു. ഞാൻ 1v1 ഇട്ട് തരാം. അപ്പൊ നമ്മൾ ലോൺ വൂൾഫ് 1v1 ആണ്. നീ മിണ്ടായിരിക്കും വെക്കൂ. എല്ലാരും ചിരിച്ച് ചാവും നിന്റെ വോയിസ് ഒക്കെ കേട്ടത്. നീ ആദ്യം വെയിറ്റ്.
ഞാൻ ഇട്ട് തരാം. എന്നാടാ നീ കണ്ടു പേടിച്ചേ? നീ വെടക്കാതെ വെയിറ്റ്. എടാ മിക്കു, നീ നീ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്യടാ മിക്കു. ഞാനിപ്പോ ഇറങ്ങി പോവേ. നീ വേഗം മാറ്റ്, വേഗം മാറ്റ്. ഇവനെ നോക്കുവാണെങ്കിൽ ഇവൻ അത്യാവശ്യം ഒരു ന്യൂബ് ഒക്കെ തന്നെയാണ്. എന്നാലും ഇവന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 15 ഇവന് വേറൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ പറ്റുന്നത്രയും കൊണ്ടൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവന്റെ ഇമോട്ട് ഉണ്ടോ ചോദിച്ചാ നമുക്ക് അത് പോയിട്ടൊന്ന് നോക്കാം. ഇവന്റെ വിസ് ലിസ്റ്റിൽ കിടക്കുന്ന എന്നാ നോക്കാം. ഇതാ ഗൈസ് ഡൗൺലോഡ് ആകുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് 1v1 മിക്കു ആയിട്ട് കളിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട് ഗോ. എടാ മിക്കു ഡെസേർട്ട് എടുക്ക്. ഗൈസ് ഞാൻ 3 ഫിംഗർ ആണ് സത്യത്തിൽ. ഗൈസ് ഞാൻ ഇമോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നീ എങ്ങനെയാണ് എന്റെ ഹെഡ് അടിച്ച മിക്കു? കൊള്ളാം. നീ എന്റെ ഡെസേർട്ടിലെ കളി വാ. എടാ അറിയാതെ എടുത്തു പോയതാ. എടാ UMP കള. UMP കള. കിട്ടിയ ഉടനെ UMP കളയണേ. ഗൈസ് ഹെഡ് ഷോട്ട് ഒക്കെ അടിച്ചു കൊടുത്ത്. അല്ല പിന്നെ എന്നെ ഗൈസ് അവൻ എന്റെ M8 ഉപയോഗിച്ച് ഹെഡ് അടിച്ചു. നമ്മൾ പോലൊക്കെയാണ് കളിക്കുന്നത്. രക്ഷപ്പെട്ടു. ഗൈസ് നമ്മൾ അവന്റെ ഹെഡ് അടിച്ചു കൊടുത്ത്. അപ്പൊ ഗൈസ് നമുക്ക് ഇവനെ തോപ്പിച്ചിട്ടേ പറ്റൂ. അവനെ കത്തി എടുത്ത ഈ നൂബിട ആ മാക്സ് ബോ എടുത്തല്ലോ. അത് കുഴപ്പമില്ല. കൊള്ളാടാ. എനിക്ക്
നമ്മൾ കൂട്ടുകാരൻ ഇറങ്ങുവന്നാ പറഞ്ഞു. അപ്പൊ ഗൈസ് അവന്റെ ഹെഡ് അടിച്ചു. പക്ഷെ അവൻ കളിയിൽ നിന്ന് ഇറങ്ങിയെന്ന് എന്റെ അടുത്ത് പറഞ്ഞേ. നമുക്ക് അവനെ തൂത്ത് കളയാം. അടുത്ത് നമുക്ക് അവനെന്നെ MI2 വെച്ച് ഹെഡ് അടിച്ചായിരുന്നു. നമുക്ക് അവന് തീർപ്പ് അവന്റെ ഹെഡ് നമുക്കിനി ഈ മിക്കുവിനെ നമുക്ക് നമ്മുടെ ഗിൽഡിലോട്ട് കയറ്റാം. നമുക്ക് നമ്മുടെ കസിന്റെ കൂടെ കളിച്ചാലോ എന്ന് വിചാരിക്കുക. നമ്മുടെ കസിന്റെ കൂടെ പക്ഷെ കസിൻ വേറെ കളിലാണ്. നമുക്കൊരു സീരിയസ് കളിച്ചാലോ എന്ന് വിചാരിക്കുക ഗൈസ്. ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്ക് പറയാൻ പറ്റില്ല. വിളിച്ചിട്ടുണ്ട്. കസിൻ വരുമോന്ന് അറിയില്ല. കൂട്ടുകാരന്മാര് ഇതെന്റെ കസിനാണ്. ഇതും എന്റെ ഒരു കസിൻ തന്നെയാണ്. ഇതാണ് ഞാൻ ഇത്ര നേരം നമ്മുടെ കൂടെ കളിച്ചോണ്ടിരുന്ന കൂട്ടുകാരൻ. അവൻ എന്ത് ചെയ്യും? എനിക്കൊന്ന് ഗൈസ് അവൻ താഴെ പോയത് താണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ നമുക്ക് സെറ്റ് ഗൈസ് വരാത്ത വിചാരിച്ചില്ല. എന്തായാലും കുഴപ്പം കാണും. ഓ എന്റെ കസിൻ ചേട്ടൻ കളിക്കാൻ പോയി ഗൈസ്. പോയി കളിച്ചിട്ട് വരാം. Do like, share and subscribe guys. അപ്പുറത്താരാണ് ഗൈസ്? ഓ ഏതോ ഒരു തമിഴ് ആളാണ്. SVD എടുത്തേക്കാം. എനിക്ക് വന്ന ഹെഡ് കയറ്റുമെന്നാണ് ഗൈസ്. ഇപ്പൊ എന്റെ കൂടെ കളിച്ചവൻ 1v1 കളിച്ചവൻ എന്റെ അടുത്തിരിപ്പുണ്ട്. ഗൈസ് അവൻ എന്റെ ഹെഡ് അടിച്ച എവിടെ നിന്നാണ് അടിച്ചില്ല. കുഴപ്പമില്ല, അവരുടെ തീർത്ത് കൊടുക്കാം. ഞാൻ കണ്ടില്ല, എന്റെ പുറകിൽ നിന്ന് ഒന്നാണ് അടിച്ചേ. എനിക്ക് PC വല്ലതും ആയിരിക്കും കളിച്ചേ. ഞാൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അവരുടെ തീർത്ത് കൊടുക്കാം. ഗൈസ് അവന്റെ ഹെഡ് വീണ്ടും അടിച്ചു. എനിക്ക് സൈഡിൽ നിന്നാണ് കിട്ടിയത്. എന്തായാലും എനിക്ക് കൊടുത്തു. അവൻ MH ആണ് എടുത്തിരിക്കുന്നത്. അവിടെ തീർത്ത് കൊടുത്താൽ പറ്റൂ.
ഗൈസ് എന്റെ ഹെഡ് അടിച്ചു. നമ്മൾ ഈ റൗണ്ട് തോക്കും തോന്നുന്നു. അതാണ് ഗൈസ്. കളി തോക്കും തോന്നുന്നു. ഡബിൾ സ്നൈപ്പർ എടുത്ത് നോക്കാം. നമ്മളെ തോറ്റ്. നമ്മളെ വലിയ എന്നാലും നമ്മുടെ കസിൻ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ.